ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ മോണിറ്ററി പോളിസി. ശരിക്കും എന്തിനാണ്, ഞാൻ ആദ്യം തന്നെ ചോദിക്കാവുന്നത്, എന്തിനാണ് ഈ മോണിറ്ററി പോളിസി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മൾ FM ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്തിനാണ് മോണിറ്ററി പോളിസിയുടെ ആവശ്യം? നമ്മൾ ഗവൺമെന്റിന്റെ പോളിസിയൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിന്റെ പോളിസി എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഈ സെൻട്രൽ ബാങ്കിന്റെ ഈ പോളിസി കാരണം എക്കോണമിയിൽ വരാൻ സാധ്യതയുള്ള ചേഞ്ചസ് ഇല്ലേ, അത് നമ്മൾ കമ്പനിക്ക് എഫക്ട് ചെയ്യും. സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി കാരണം നമ്മളുടെ എക്കോണമിയിൽ വരാൻ പോകുന്ന ചേഞ്ചസ് ഇല്ലേ, അത് നമുക്ക് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് FM ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യാനുള്ള റീസൺ. അപ്പൊ അതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ടത്. ഒന്നാമത്തെ നോക്കിയാൽ ദി അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ്. മോണിറ്ററി പോളിസിയിൽ നേരത്തെ പറഞ്ഞല്ലോ എക്സ്പാൻഷനറി കോൺട്രാക്ഷണറി ഉണ്ടെന്ന്. കോൺട്രാക്ഷണറി എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് വരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ ഹൈ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആൾക്കാരൊന്നും തീരെ എന്ത് ചെയ്യുക, ലോൺ എടുക്കാത്തൊരു സിറ്റുവേഷൻ ആണ്. നമ്മൾ SME പോലത്തെ കമ്പനിയൊക്കെ ആണെങ്കിൽ അവരെങ്ങനെയാണ് സോഴ്സസ് കണ്ടെത്തുക? SMEയുടെ സോഴ്സസിൽ വൺ ഓഫ് ദി സോഴ്സ് എന്താ? ബാങ്ക് ലോൺ അല്ലേ. നമുക്ക് അവർ ലിസ്റ്റഡ് കമ്പനി ഒന്നല്ലല്ലോ, അപ്പൊ ഷെയർസ് ഒക്കെ വെച്ചിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുമോ? അവർക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാക്ടറിങ്, ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്, ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലോണുകൾ, അങ്ങനത്തെ ഒക്കെ അല്ലേ കിട്ടാം. അപ്പൊ അത് നമുക്ക് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷൻ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ സെൻട്രൽ ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ എന്താണ് അനുഭവിക്കുന്ന ആരാണ്? നമ്മളെ കമ്പനിക്ക് അത് അനുഭവിക്കേണ്ടി വരാം. അപ്പൊ കമ്പനിക്ക് അത് എഫക്ട് ചെയ്യും. അതാണ് ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ SME പോലത്തെ എടുത്തു പറയാൻ കാരണം ലാർജ് ഓർഗനൈസേഷൻ എഫക്ട് ചെയ്യില്ല എന്നല്ല. ലാർജ് ഓർഗനൈസേഷന് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും, ഷെയർസ് വെച്ചിട്ടോ മറ്റു ഓപ്ഷൻസിലൂടെ ഫണ്ട് കണ്ടെത്തുക. SMEക്കാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് തീരെ ലോണ് കിട്ടാത്ത സിറ്റുവേഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ, ക്രെഡിറ്റ് റെസ്ട്രിക്ഷൻ അച്ചീവ്ഡ് വയ ദ ബാങ്കിങ് സിസ്റ്റം ഓർ ബൈ ഡയറക്റ്റ് ലെജിസ്ലേഷൻ വിൽ റിഡ്യൂസ് ദ അവൈലബിലിറ്റി ഓഫ് ലോൺ. നമുക്ക് എന്ത് ചെയ്യാം? ലോണ് അവൈലബിൾ ആവാതിരിക്കാനല്ലാണ് നേരത്തെ ഈ പറഞ്ഞ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ നമുക്കും നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. നമുക്ക് അധികം ലോൺ കിട്ടാണ്ടാവും എന്നുള്ളതാണ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻസിൽ വരുന്ന ഇമ്പാക്ട്. അതുകൊണ്ട് തന്നെ അധികം കമ്പനീസ് എന്ത് ചെയ്യുക, ലോങ് ടേം ഫിനാൻസ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്ട് ടേം ഫിനാൻസിന്റെ വൺ ഓഫ് ദി ലിമിറ്റേഷൻ എന്താ? ഷോർട്ട് ടേം ഫിനാൻസിന്റെ വൺ ഓഫ് ദി ലിമിറ്റേഷൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും റീഫിനാൻസ് ചെയ്യണ്ടേ. അപ്പോ അതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ലോങ് ടേം എടുത്തു കഴിഞ്ഞാൽ പിന്നെയും സേഫ് അല്ലേ, കുറെ വർഷത്തേക്ക് നോക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അധിക കമ്പനീസും ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഫണ്ടൊന്നും അധികം കിട്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവർ എടുക്കുമ്പോൾ തന്നെ ലോങ് ടേം ഫിനാൻസ് എടുത്തിട്ട് സേഫ് ആക്കാനാണ് നോക്കുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് അവൈലബിലിറ്റി ഓഫ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തത്, വൺസ് ഇത് അവൈലബിൾ ആണെങ്കിൽ തന്നെ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും അല്ലെ. ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ തന്നെ നേരത്തെ എന്താ പറഞ്ഞ, ലോൺ കിട്ടുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഇൻട്രസ്റ്റ് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക? റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടൂലേ. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അറിയാലോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ഇൻക്ലൂഡാ? ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്ലൂഡഡ് അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഫിനാൻസ് കൂടുകയും അതുവഴി നമ്മൾ മാർക്കറ്റ് വാല്യൂ പോലും കുറയും, ഷെയറിന്റെ വില കുറയുമെന്ന്. കാരണം ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ അല്ലേ മാർക്കറ്റ് വാല്യൂ. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് അത് നമ്മുടെ ബിസിനസിന്റെ വർത്ത് കുറക്കാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കമ്പനീസും എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ കോൺട്രാക്ഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. അതായത് ഉള്ള ബിസിനസ് ചുരുക്കാനാണ് നോക്കുക. എക്സ്ട്രാ എന്ത് ചെയ്യുക, എക്സ്പാൻഷനും കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യുന്നുണ്ടാവില്ല, കോസ്റ്റ് ഓഫ് ഫിനാൻസ് അധികമായതുകൊണ്ട്. ഓക്കെ അല്ലേ? ആദ്യം പറഞ്ഞത് കിട്ടുന്ന ഫണ്ട് അവൈലബിലിറ്റി വളരെ കുറവാന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഫണ്ട് കിട്ടാൻ നമ്മൾ ഒന്ന് കഷ്ടപ്പെടേണ്ടി വരും. രണ്ടാമത്തെ എന്താ പറഞ്ഞ, കിട്ടുന്ന ഫണ്ടിന് എന്തായിരിക്കും? കോസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫർദർ എക്സ്പാൻഷൻ പ്ലാൻസ് ഒന്നും അധികം ഉണ്ടാവില്ല. പകരം കോൺട്രാക്ഷൻ നമ്മളുള്ള എന്ത് ചെയ്യുക, ബിസിനസ് കുറച്ചും കൂടി ചുരുക്കി ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടും, അറിയുന്നതല്ലേ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് അല്ലേ. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ മാർക്കറ്റ് വാല്യൂ കുറയല്ലേ ചെയ്യാം. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ അല്ലേ മാർക്കറ്റ് വാല്യൂ. അപ്പൊ അങ്ങനെയൊക്കെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ലെവൽ ഓഫ് കൺസ്യൂമർ ഡിമാൻഡ്, ഇത് കറക്റ്റ് ശ്രദ്ധിക്കണേ. കൺസ്യൂമറിന് എന്തിനായിരിക്കും ഫോക്കസ് കൊടുക്കുക? ഇൻവെസ്റ്റ്മെന്റിനാണോ ഫോക്കസ്, അതായത് എന്താണ്, ഡെപ്പോസിറ്റ് ചെയ്യാനാണോ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക, അല്ല സ്പെൻഡ് ചെയ്യാനാണോ ഫോക്കസ് ചെയ്യുക? ഈ ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് നമ്മൾ ഹൈ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്റിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ കൺസ്യൂമറുടെ സ്പെൻഡിങ്സ് വളരെ കുറവായിരിക്കുമല്ലോ. അവർ കൂടുതൽ സാധനങ്ങളൊന്നും അധികം വാങ്ങാത്ത സമയമല്ലേ. അപ്പൊ ആ സമയത്ത് പോയിട്ട് നമ്മൾ എക്സ്പാൻഷൻ ചെയ്തിട്ട് കാര്യമുണ്ടോ?
എക്സ്പാൻഷൻ എന്താ ചെയ്യുന്നത്? വീണ്ടും വീണ്ടും നമ്മളെ പ്രോഡക്ട്സ് കുറച്ചും കൂടെ സൈസ് വലുതാക്കല്ലേ ചെയ്യുന്നത്, നമ്മളെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറച്ചും കൂടെ വലുതാക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, ഉള്ള സാധനങ്ങൾ, അതായത് മിനിമം യൂസേജാ, അവർ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, സാധനങ്ങൾ വാങ്ങി പ്രോഡക്ട്സുകൾ പർച്ചേസ് ചെയ്യുന്നൊക്കെ വളരെ കുറവായിരിക്കും. കൂടുതൽ അവരെന്താ ചെയ്യുക, ഉള്ള എമൗണ്ടുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ്, കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിക്ക്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബിസിനസ് വെറുതെ ഗ്രോ ചെയ്യിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പ്രോഡക്ട്സ് സെയിൽസ് ഒക്കെ വളരെ കുറവുള്ള സിറ്റുവേഷൻ ആയിരിക്കും അത്. അതാണ് ഇവിടെ പറഞ്ഞ ലെവൽ ഓഫ് കൺസ്യൂമർ ഡിമാൻഡ്, അതും നമുക്ക് എഫക്ട് ചെയ്യും. ചിന്തിച്ചു നോക്കിയാൽ മോണിറ്ററി പോളിസിയുടെ ഡിസിഷൻ സെൻട്രൽ ബാങ്ക് ആണെങ്കിലും അതിന്റെ എഫക്റ്റുകൾ മൊത്തം നമ്മളെ ഓരോ കമ്പനിക്കും എഫക്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ പഠിച്ച എക്സ്ചേഞ്ച് റേറ്റും ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസി ആയിട്ടും ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണല്ലോ മെയിൻ. നിങ്ങൾ ഒരിക്കലും മോണിറ്ററി പോളിസിയിൽ ഇൻഫ്ലേഷൻ കൂട്ടും ഇൻഫ്ലേഷൻ കുറക്കും എന്ന് പറയരുത് കേട്ടോ. ഇൻഫ്ലേഷൻ കൂട്ടാനോ കുറക്കാനോ പറ്റൂല. നമുക്ക് എന്തേ കൂട്ടാനോ കുറക്കാനോ പറ്റൂ? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും കുറക്കാനും ആയിരിക്കും പറ്റൂ? സെൻട്രൽ ബാങ്കിന് പറ്റൂ. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഇൻഫ്ലേഷൻ കുറയും കൂടെയൊക്കെ ചെയ്യുന്നുണ്ടാവും. എക്സാക്ട്ലി. അപ്പൊ മോണിറ്ററി പോളിസിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാണെങ്കിൽ എന്താ സംഭവിക്കുക? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടൂലേ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു പഠിപ്പിച്ച ഓർമ്മയില്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടും. കാരണം അവരെ കൺട്രീനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അവരെ നമ്മളെ കൺട്രിയിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യൂലേ? അതായത് നമ്മൾ കറൻസി വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യൂലേ, ഡൊമസ്റ്റിക് കറൻസി വാല്യൂ. അപ്പൊ നമ്മളെ കമ്പനിക്ക് എന്താ സംഭവിക്കുക? നമ്മളെ കമ്പനിയുടെ റിസീപ്റ്റ് കുറയൂലേ? നമ്മൾ കറൻസി വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് റിസീപ്റ്റ് കുറയൂലേ? അപ്പൊ അത് ഹെഡ്ജ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഹെഡ്ജിങ് ടെക്നിക്സ് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ? ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, അങ്ങനെ ഹെഡ്ജിങ് ടെക്നിക്സ് നോക്കേണ്ടി വരും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നത് മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി പോളിസി. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാന്ന് പറയുന്ന ആക്ച്വലി എന്താണ്, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതേപോലെ എന്തുണ്ട്, എക്സ്പാൻഷണറിയും ഇല്ലേ? എക്സ്പാൻഷണറിയുടെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ചെയ്യും അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്ന സമയത്ത് ഫോറിൻ വിഡ്രോവൽസ് വരും. അപ്പൊ എന്താ സംഭവിക്കുക? എക്സ്ചേഞ്ച് റേറ്റിന് ഡിപ്രീഷിയേറ്റ് ചെയ്യും അല്ലേ? അപ്പൊ നമ്മൾ പേയ്മെന്റ്സ് ഹൈ ആവും. അപ്പൊ എനിവേ റിസീപ്റ്റ് കുറയാനോ പേയ്മെന്റ്സ് കൂടാനോ ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഹെഡ്ജിങ് ടെക്നിക്സ് നോക്കേണ്ടി വരും. അതും നമുക്ക് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു സെൻട്രൽ ബാങ്കിന്റെ എഫക്ട് ഏതൊക്കെ ഏരിയയിലേക്കാ പോയി നോക്കിയേ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ. അറിയാലോ മോണിറ്ററി പോളിസി എന്ത് ചെയ്യാൻ വേണ്ടിക്കാണ് ഈ മോണിറ്ററി പോളിസി? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യുന്നതിന് വേണ്ടിക്കാ, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിക്കല്ലേ? അപ്പൊ ഈ ഇൻഫ്ലേഷൻ എത്രത്തോളം നമുക്ക് ഇമ്പാക്ട് ചെയ്യും? പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതായത് ഇവിടെ പറഞ്ഞ റൈസിംഗ് പ്രൈസ് ലെവൽസ് ആൻഡ് അൺസർട്ടനിറ്റി ആസ് ടു ഫ്യൂച്ചർ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ മേക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻ മോർ ഡിഫിക്കൽട്ട് ആൻഡ് മോർ ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ഇപ്പൊ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും ഒരു സെർട്ടൻ ഇൻഫ്ലേഷൻ വെച്ചിട്ടായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ റവന്യൂല് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അത് നമ്മൾ എസ്റ്റിമേറ്റഡ് ഇൻഫ്ലേഷൻ അല്ലേ? അത് ചിലപ്പോ ആക്ച്വലി വ്യത്യാസം വരൂലേ? എസ്റ്റിമേറ്റഡ് ഇൻഫ്ലേഷനും ആക്ച്വൽ ഇൻഫ്ലേഷനും നമ്മൾ വ്യത്യാസം വരൂലേ? ഫിഷേഴ്സ് ഫോർമുല വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചല്ലേ? അതും എസ്റ്റിമേറ്റഡ് ഇൻഫ്ലേഷൻ അല്ലേ? ആക്ച്വലി വ്യത്യാസം വരൂലേ? ഇതൊക്കെ മോണിറ്ററി പോളിസിന്റെ ഭാഗമായിട്ടല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെ കാൽക്കുലേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ആക്യുറസി കുറയൂലേ? നമ്മൾ കാൽക്കുലേഷനിലൊക്കെ ആക്യുറസി കുറയാനുള്ള സാധ്യതയില്ലേ? അപ്പൊ എന്തൊക്കെ ഇമ്പാക്ട് ആണെന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഇൻട്രസ്റ്റ് റേറ്റ് സ്മൂത്തിങ് ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് സ്മൂത്തിങ് എന്താണ്? ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, പ്രൈസ് കൂട്ടുകയാണെങ്കിൽ മെല്ലെ മെല്ലെ കൂട്ടുക, കുറക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ കുറക്കുക. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് സ്മൂത്തിങ്. ഓക്കെ, അത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ അടക്കം കാണിച്ചു തന്നില്ലേ?